നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് രണ്ട് ചലന സമവാക്യങ്ങളെ കുറിച്ചാണ്. ഒന്നാം ചലന നിയമം വെലോസിറ്റി ടൈം ഇക്വേഷൻ, അതായത് പ്രവേഗ സമയ സമവാക്യം v = u + at. രണ്ടാം ചലന സമവാക്യം st ഇക്വേഷൻ, അതായത് ഡിസ്പ്ലേസ്മെന്റ് പൊസിഷൻ ടൈം ഇക്വേഷൻ, സ്ഥാന സമയ സമവാക്യം s = ut + ½ at². ഇനി എന്താ വേണ്ടത്? ഇനി വെലോസിറ്റിയും സ്ഥാനവും തമ്മിലൊരു ഇക്വേഷൻ വേണം, വെലോസിറ്റിയും പൊസിഷനും തമ്മിലൊരു ഇക്വേഷൻ വേണം. Now we need velocity and position. വെലോസിറ്റിയും പൊസിഷനും തമ്മിലുള്ള, വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഒരു ഇക്വേഷൻ വേണം. മുൻപത്തെ അതേപോലെ തന്നെ തുടങ്ങാം. ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ഈ ക്വാഡ്രിലാറ്ററലിന്റെ അല്ലെങ്കിൽ ആ ചതുർഭുജത്തിന്റെ ഏരിയ കാണാം. ½ × h × a + b. ½ × h എന്ന് പറയുന്നത് t, a എന്ന് പറയുന്നത് u, b എന്ന് പറയുന്നത് v. നമുക്ക് സമയം വേണ്ടതില്ല, നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റുമാണ്. സമയം വേണ്ട. സമയത്തിന്റെ ഇക്വേഷൻ മുൻപെഴുതി. നമ്മളിപ്പോൾ എന്തൊക്കെ റിലേറ്റ് ചെയ്തു? വെലോസിറ്റിയും സമയവും റിലേറ്റ് ചെയ്തു, സമയം വെലോസിറ്റിയും റിലേറ്റ് ചെയ്തു, സമയവും സ്ഥാനവും പൊസിഷനും റിലേറ്റ് ചെയ്തു. ഇനി നമുക്ക് സമയം വേണ്ട. ഇനി നമുക്ക് വേണ്ടത് വെലോസിറ്റിയും സ്ഥാനവും തമ്മിലുള്ള ഒരു റിലേഷൻ വേണം. അപ്പോൾ നമുക്ക് സമയത്തെ മാറ്റാം. നമുക്കറിയാം v = u + at. v = u + at. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് t സമയത്തിനൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. ആദ്യം സമയത്തിന്റെ കൂടെ ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടുപോകാം. +u എന്നൊരു സാധനം, +u എന്നൊരു ടേം ഇവിടെ ഉണ്ട്. +u നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അത് -u എന്നോ. v - u = at. t × a, ആ × a ഈക്വൽ സൈനിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? v - u / a എന്ന് വരും. ഗുണിക്കുന്നത് കൊണ്ടുപോയിട്ട് ഹരിക്കണം. അപ്പോൾ എന്ത് കിട്ടി? t = v - u / a. അപ്പോൾ നമ്മൾ t മാറ്റിയിട്ട് എന്ത് എഴുതാൻ പോവുകയാണ്? v - u / a എന്ന് എഴുതാൻ പോവുകയാണ്. ½ × v - u / a × v + u. u + v എന്നുള്ളത് v + u എന്ന് എഴുതിച്ചു, കുഴപ്പമൊന്നുമില്ല. നോക്കുക, ഇപ്പോൾ എന്തായി? ഡിനോമിനേറ്ററിൽ 2a, ന്യൂമറേറ്ററിൽ v - u × v + u. 1 × ചെയ്യുന്നത് മാറ്റം ഉണ്ടാവില്ല. v - u × v + u. a + b × a - b എന്താണ്? a² - b² അല്ലേ? സോ v + u × v - u അതെന്തായിരിക്കും? v² - u² / 2a. s = v² - u² / 2a. നമ്മൾക്ക് 2a എന്നുള്ളത് s ന്റെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താവും? v² - u² / 2a കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ചെയ്യണം. 2a × s, 2as. v² മതി. അപ്പോൾ -u² കൊണ്ടുപോകണം. അത് +u² ആവും. u² + 2as. This is our third equation. ഇതിൽ ടൈം ഇല്ല. ഇത് റിലേറ്റ് ചെയ്യുന്നത്, ബന്ധിപ്പിക്കുന്നത് സ്ഥാനത്തെയും പ്രവേഗത്തെയുമാണ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ. Okay, this is our third equation. v² = u² + 2as. ശ്രദ്ധിക്കണം, a എന്ന് പറയുന്നത് യൂണിഫോം ആക്സിലറേഷൻ ആണ്, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. സോ ഈ മൂന്ന് ഇക്വേഷനും കോൺസ്റ്റന്റ് ആക്സിലറേഷനുള്ള, സമത്വരണമുള്ള ഒരു വസ്തുവിനെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ്. യൂണിഫോം ആക്സിലറേഷൻ ഉള്ള വസ്തുവിന് മാത്രമേ ഈ ഇക്വേഷൻസ്, യൂണിഫോം ആക്സിലറേഷൻ ഉള്ള വസ്തുവിന് മാത്രമേ ഈ ഇക്വേഷൻസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നോക്കുക, നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. നമ്മുടെ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട 3 ഇക്വേഷൻ. ഫസ്റ്റ് വൺ വെലോസിറ്റി ടൈം ഇക്വേഷൻ, അതായത് പ്രവേഗ സമയ സമവാക്യം.
V equals U plus AT. Second one, സ്ഥാന സമയ സമവാക്യം, പൊസിഷൻ ടൈം ഇക്വേഷൻ, S equals UT plus half AT square. മൂന്നാമത്തേത് പ്രവേഗ സ്ഥാന സമവാക്യം, V square equals U square plus 2AS, velocity displacement equation. These are the very important 3 equations in this chapter. ഈ equations arrange ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ചോദ്യത്തിന് ഉത്തരങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് നമുക്ക് V തരും, U തരും, A തരും, T കാണാം. അപ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? V തന്നു, U തന്നു, A തന്നു, T കാണാം. അപ്പോൾ ഇത് 4 ഉള്ള ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. ഏതാണ് ഇക്വേഷൻ? V equals U plus AT വേണം യൂസ് ചെയ്യാൻ. എന്താണ് കാണേണ്ടത്? T ആണ് കാണേണ്ടത്. അപ്പോൾ ഇക്വേഷൻ അറേഞ്ച് ചെയ്യണം. ആദ്യം Tയുടെ കൂടെ ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടുപോവുക, പ്ലസ് യു ഇങ്ങോട്ട് ചെല്ലുമ്പോൾ മൈനസ് യു ആവും. എന്നിട്ട് Tന്റെ കൂടെയുള്ള ആൾക്കാർ മാറ്റും. A ഇൻറ്റു T എന്നുള്ളത് ഗുണിക്കേണ്ടത് ഹരിക്കണം. സോ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് വേണ്ടി വരും പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണക്ക് ചെയ്യേണ്ടി വരിക. നമുക്ക് 1-2 കണക്കുകൾ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ. ദി വെലോസിറ്റി ഓഫ് എ ബോഡി സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. സോ നിശ്ചലാവസ്ഥയിൽ നിന്നും ഒരു വസ്തു ചലിച്ചു തുടങ്ങുകയാണ്. അതിന്റെ പ്രവേഗം 4 സെക്കൻഡിന് ശേഷം, ആഫ്റ്റർ 4 seconds its velocity is 20 meter per second. 4 സെക്കൻഡിന് ശേഷം അതിന്റെ വെലോസിറ്റി 20 meter per second ആയി. 8 സെക്കൻഡ് ആയപ്പോൾ അതിന്റെ വെലോസിറ്റി 40 meter per second ആയി. നമുക്ക് എന്തൊക്കെ കാണണം? We have to find the distance traveled by the body between 4 and 8 seconds. 4-നും 8-നും ഇടയിൽ വസ്തു സഞ്ചരിച്ച ഡിസ്റ്റൻസ് കാണണം. ഓക്കെ, 4-നും 8-നും ഇടയിൽ വസ്തു സഞ്ചരിച്ച ഡിസ്റ്റൻസ് കാണണം. സോ തുടക്കം എന്ന് പറയുന്നത് 4 സെക്കൻഡിൽ നിന്നാണ്. സോ തുടക്കത്തിലെ വെലോസിറ്റി എത്രയാണ്? 20 meter per second. ഒടുക്കം എന്ന് പറയുന്നത്, അവസാനം എന്ന് പറയുന്നത് 8 സെക്കൻഡിലാണ്. സോ അവസാനത്തെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം എത്രയാണ്? 40 meter per second. വേറെ എന്താണ് തന്നിട്ടുള്ളത്? സമയം എത്ര സമയം എടുത്തു? 4 സെക്കൻഡ് 8 സെക്കൻഡ് ആയി. സോ അതിനിടയിലുള്ള സമയം 4 സെക്കൻഡ്. ടൈം ഓഫ് ട്രാവൽ 4 സെക്കൻഡ്. ഓക്കെ, നമുക്ക് എന്ത് കാണണം? വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണണം. എങ്ങനെ ചെയ്യാം? എന്ത് ചെയ്യാനാണെങ്കിലും നമുക്ക് ആദ്യം എ വേണം. എല്ലാ ഇക്വേഷനിലും ആക്സിലറേഷൻ ഉണ്ടല്ലോ. സോ ആക്സിലറേഷൻ ആദ്യം കാണണം. ആക്സിലറേഷൻ എങ്ങനെ കാണാം? A equals V minus U divided by T അല്ലേ? V എത്രയാണ്? 40, Q 20, 40 minus 20, 40 minus 20 divided by 4. So 20 divided by 4 which is 5 meter per second square. ഇപ്പോൾ നമുക്ക് ആക്സിലറേഷനും കിട്ടി, ത്വരണം കിട്ടി. നമുക്കിപ്പോൾ ആക്സിലറേഷനും കിട്ടി. ആക്സിലറേഷൻ ഈസ് 5 meter per second square. ഓക്കെ, ഇനി എന്ത് കാണണം? ഇനി ഡിസ്റ്റൻസ് കാണണം. നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്? U ഉണ്ട്, V, T, A, S എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. S മാത്രം കണ്ടാൽ മതി, ബാക്കി 4 നമ്മുടെ കയ്യിലുണ്ട്. S ഉള്ള ഏത് ഇക്വേഷനും യൂസ് ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ഏത് ഇക്വേഷനും യൂസ് ചെയ്യാം. യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനും യൂസ് ചെയ്യാം. നോക്കുക, എല്ലാം നമ്മുടെ കയ്യിലുള്ളതാണ്. സോ ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ തേർഡ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പോവാണ്. വാട്ട് ഈസ് തേർഡ് ഇക്വേഷൻ? V equals U square plus 2AS. നമുക്ക് എന്താണ് കാണേണ്ടത്? S ആണ് കാണേണ്ടത്. എങ്ങനെ കാണാം? ആദ്യം കൂട്ടത്തിൽ പെടാത്ത ആളെ മാറ്റും. പ്ലസ് U square മൈനസ് U square ആകും. ഇൻറ്റു 2A. അത് മാറ്റുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 2A ആകും.
നമുക്ക് ഇക്വേഷൻ കിട്ടി. v എന്ന് പറയുന്നത് 40. സോ v സ്ക്വയർ എത്രയാണ്? 40 ന്റെ സ്ക്വയർ. u സ്ക്വയർ എന്ന് പറയുന്നത് 20 ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a എന്ന് പറയുന്നത് 5. 1600 മൈനസ് 400 എത്രയാണ്? 1200 ഡിവൈഡഡ് ബൈ 10. 2 into 5 10. ഓരോ 0 cancel ആയി. So what is the answer? 120 meter. 120 meter is the answer of that question. Okay, understood? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഞാനിവിടെ ചെയ്തത് മൂന്നാമത്തെ ഇക്വേഷൻ വെച്ചിട്ട്. നിങ്ങളുടെ കയ്യിലുള്ള ടേംസ് ഉപയോഗിച്ചിട്ട് ഇഷ്ടമുള്ള സമവാക്യം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. എ കാർ കെയിം ടു റെസ്റ്റ്. ഒരു കാറ് റെസ്റ്റിലേക്ക് എത്തി, നിശ്ചലാവസ്ഥയിലേക്ക് എത്തി. തുടക്കം ആണോ? അല്ല, അവസാനമാണ്. അവസാനമാണ് റെസ്റ്റ്. നിശ്ചലാവസ്ഥയിലെത്തി. when brake was applied for 4 seconds. 4 സെക്കൻഡ് ബ്രേക്ക് പിടിച്ചപ്പോൾ വണ്ടി നിന്നു. 4 സെക്കൻഡ് ബ്രേക്ക് പിടിച്ചപ്പോൾ വണ്ടി നിന്നു. To get a retardation of 3 meter per second square. To get a retardation. Retardation എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. നെഗറ്റീവ് ആക്സിലറേഷനെയാണ് റിട്ടാർഡേഷൻ എന്ന് വിളിക്കുക. 3 meter per second square ആണ് അതിന്റെ റിട്ടാർഡേഷൻ. അതായത് നെഗറ്റീവ് ആക്സിലറേഷൻ. സ്പീഡ് കുറയാണ്. സ്പീഡ് കുറഞ്ഞാൽ നെഗറ്റീവ് ആക്സിലറേഷൻ എന്നാ പറയാം, റിട്ടാർഡേഷൻ. സോ റിട്ടാർഡേഷൻ 3 എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ -3 കുറയാണ്. കാൽക്കുലേറ്റ് ഹൗ ഫാർ ദി കാർ വുഡ് ഹാവ് ട്രാവൽഡ് ആഫ്റ്റർ അപ്ലൈയിങ് ബ്രേക്ക്. ബ്രേക്ക് പിടിച്ചതിന് ശേഷം കാർ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും. സോ വി ഹാവ് ടു ഫൈൻഡ് ദി ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്. എസ് ആണ് കാണേണ്ടത്. നമ്മുടെ കയ്യിൽ എ ഉണ്ട്, ടി ഉണ്ട്, വി ഉണ്ട്. ആർക്കെങ്കിലും യു അറിയാമോ? യു അറിയാമോ? യു അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഏതൊക്കെയാ? v ഈക്വൽസ് യു പ്ലസ് എ ടി, എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് 2as. എല്ലാ ഇക്വേഷനിലും യു ഉണ്ട്. എല്ലാ ഇക്വേഷനിലും എ ഉള്ള പോലെ തന്നെ എല്ലാ ഇക്വേഷനിലും യു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. സോ നമുക്ക് ആദ്യം എന്ത് കാണേണ്ടി വരും? യു ആദ്യം കാണേണ്ടി വരും. യു എങ്ങനെ കാണാം? നമ്മുടെ കയ്യിൽ ആക്സിലറേഷന്റെ ഇക്വേഷൻ ഉണ്ട്, v മൈനസ് യു ബൈ ടി. ഇതിന് നമുക്ക് v അറിയാമോ? അറിയാം. ടി അറിയാമോ? അതും അറിയാം. എ അറിയാമോ? അതും അറിയാം. യു മാത്രമേ അറിയാത്തുള്ളൂ. സോ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ആദ്യം കൂട്ടത്തിൽ പെടാത്ത ആളെ കൊണ്ടുപോകാം. എന്താകും? എ ടി ഈക്വൽസ് വി മൈനസ് യു. ഓക്കെ, നമുക്ക് വേണ്ടത് യു ആണ്. മൈനസ് യു എങ്ങനെ യു ആക്കാം? ഈ മൈനസ് യു ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്തായി? യു പ്ലസ് എ ടി ഈക്വൽസ് വി എന്നായി. ആയല്ലോ, യു പ്ലസ് എ ടി ഈക്വൽസ് വി എന്നായി. ഇനി എന്ത് ചെയ്യാം? എ ടി ഇവിടുന്ന് മാറ്റാം. യു ഈക്വൽസ് വി മൈനസ് യു. ഓക്കെ, വി ഈക്വൽസ് യു പ്ലസ് എ ടി, u equals v minus at. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. we are going to use u equals v minus at. u equals v minus at. v എത്രയാണ്? 0. 0 മൈനസ് a എത്രയാണ്? -3 ഇൻറ്റു 4. നോക്കുക, മൈനസ് മൈനസ് പ്ലസ് ആയി മാറും. 3 ഇൻറ്റു 4 12. സോ എത്രയാണ്? 12 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനിഷ്യൽ വെലോസിറ്റി യു. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണാം? ഡിസ്പ്ലേസ്മെന്റ് എസ് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്? യു, എ, വി, ടി. മുൻപത്തെ പോലെ തന്നെ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം?
we are going to use S equals ut plus half at square. ഒന്ന് ചെയ്ത് നോക്കാം. u12 into 4 plus half into a എന്ന് പറയുന്നത് -3 into t square 4 square. 12 into 4 എത്രയാണ്? 48 plus half into -3 plus into minus എന്തായി മാറും? മൈനസ് ആയി മാറും. പ്ലസ് ഇൻറ്റു മൈനസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ആകും. അറിയാമല്ലോ, പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ് ആണ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്. സോ മൈനസ് ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 4 സ്ക്വയർ. 4 സ്ക്വയർ എത്രയാ? 16. 16 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 8. ഓക്കെ, 3 ഇൻറ്റു 8 എത്രയാ? 24. Now 48 minus 24. 48 24 കുറച്ചാൽ 24. So S equals 24 meters. So this is our chapter equations of motion. ചലന സമവാക്യങ്ങൾ. We have 3 equations of motion. First one is velocity time equation. പ്രവേഗ സമയ സമവാക്യം. V equals u plus at. Second one is സ്ഥാന സമയ സമവാക്യം. Position time equation. S equals ut plus half at square. And the last one is velocity position equation. പ്രവേഗ സ്ഥാന സമവാക്യം. V square equals u square plus 2as. So these are very important equations. വളരെ പ്രാധാന്യമുള്ള 3 ഇക്വേഷൻസ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണ്ട ഇക്വേഷൻസ് ചൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. പിന്നെ പറയുന്നത് 2 ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ യൂണിഫോം വെലോസിറ്റി ആണ്. യൂണിഫോം വെലോസിറ്റിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് സ്ട്രെയിറ്റ് ലൈൻ എങ്കിൽ അതിനർത്ഥം എന്താണ്? ഇറ്റ് ഈസ് യൂണിഫോം, ഇറ്റ് ഹാസ് യൂണിഫോം ആക്സിലറേഷൻ. ആ ഒബ്ജക്റ്റിന് സമത്വരണമാണ് എന്ന് പറയും. ഇനി പൊസിഷൻ ടൈം ഗ്രാഫ് എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ എന്ത് പറയാം? പൊസിഷൻ മാറുന്നില്ല, റെസ്റ്റിലാണ്. So this is our second chapter.